പ്രിയരെ, അസുഖങ്ങളും അപകടങ്ങളും മൂലം ആയിരക്കണക്കിന് ആളുകൾ അനുദിനം മരിക്കുന്നു. അതിന്റെ എത്രയോ മടങ്ങ് പേർക്ക് ഗൗരവമായ പരിക്കുകൾ സംഭവിക്കുന്നു. ശരിയായ പ്രഥമ ശുശ്രൂഷ ലഭിച്ചിരുന്നെങ്കിൽ ഇതിൽ വലിയൊരു ഭാഗം തടയുവാനോ തീവ്രത കുറയ്ക്കുവാനോ സാധിക്കുമായിരുന്നു. ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ ഒരു പൗരൻ ചെയ്യേണ്ട രീതികളും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട രീതിയും ശ്വാസോച്ഛ്വാസവും നാഡിമിടിപ്പും നോക്കേണ്ട രീതികളും നെഞ്ചമർത്തൽ നൽകേണ്ട രീതിയും കഴിഞ്ഞ വീഡിയോകളിൽ പ്രതിപാദിച്ചിരുന്നു. അത് കാണാത്തവർ തീർച്ചയായും കാണണം. IMAയുടെ യൂട്യൂബ് ചാനലിൽ ഇവയെല്ലാം ലഭ്യമാണ്. യാതൊരു പ്രതികരണവുമില്ല, ശ്വാസോച്ഛ്വാസവും നാഡിമിടിപ്പും ഇല്ല എങ്കിൽ ഹൃദയസ്തംഭനമാകാം. ഉടൻ തന്നെ നെഞ്ചമർത്തൽ മാത്രമായ രക്ഷാപ്രവർത്തനം അഥവാ കോൾസ് കംപ്രഷൻ ഉൺലി ലൈഫ് സപ്പോർട്ട് ആരംഭിക്കുകയാണ് വേണ്ടത്. 8-10 മിനിറ്റ് നേരത്തേക്ക് ജീവൻ നിലനിർത്താൻ ഇത് മതിയാകും. അതിനുശേഷം ഒരാൾ മാത്രമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയും. ഈ സമയത്ത് നെഞ്ചമർത്തലിനൊപ്പം കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുകയാണെങ്കിൽ മെച്ചപ്പെട്ട ഫലം ലഭിക്കും. വായിൽ നിന്ന് വായിലേക്കുള്ള കൃത്രിമ ശ്വാസോച്ഛ്വാസ രീതിയോ, അതായത് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്, പോക്കറ്റ് മാസ്ക് ഉപയോഗിച്ചുള്ള കൃത്രിമ ശ്വാസോച്ഛ്വാസ രീതിയോ ആണ് ഒരാൾ മാത്രമാണെങ്കിൽ തുടരേണ്ടത്. യാതൊരു പ്രതികരണവുമില്ല, ശ്വാസോച്ഛ്വാസവും നാഡിമിടിപ്പും ഇല്ല എങ്കിൽ കൂടുതൽ ആൾക്കാരുടെ സഹായം ലഭിക്കാൻ നടപടികൾ എടുത്ത ശേഷം 20 അല്ലെങ്കിൽ 30 സെക്കൻഡിനകം നെഞ്ചമർത്തൽ ആരംഭിക്കണം. ശരിയായ നെഞ്ചമർത്തൽ രീതി മുൻപ് വിവരിച്ചിരുന്നുവല്ലോ. രോഗിയുടെ ഒരു വശത്ത് ജീവൻ രക്ഷാ പ്രവർത്തകൻ നിൽക്കുക. മാറലിന്റെ ഏറ്റവും താണ ഭാഗത്ത് 2 വിരൽ മുകളിൽ വെച്ച് ഒരു കൈയിന്റെ ഉപ്പൂറ്റി വെക്കുക. മറ്റേ കൈ അതിന് മുകളിൽ വിരലുകൾ പിണച്ചു വെക്കുക. ജീവൻ രക്ഷാപ്രവർത്തകന്റെ അരക്കെട്ട് രോഗിയുടെ നെഞ്ചിനേക്കാൾ ഉയർന്നിരിക്കണം. ചുമലിൽ നിന്നാണ് മർദ്ദം വരേണ്ടത്. കൈമുട്ട് നിവർന്നിരിക്കണം. 1, 2, 3 എന്നിങ്ങനെ 30 വരെ ഉച്ചത്തിൽ എണ്ണിക്കൊണ്ടാണ് നെഞ്ചമർത്തൽ ചെയ്യേണ്ടത്. 1 മിനിറ്റിൽ 120 പ്രാവശ്യം എന്ന തോതിൽ, അതായത് ഓരോ സെക്കൻഡിലും 2 നെഞ്ചമർത്തൽ എന്ന തോതിൽ. 30 നെഞ്ചമർത്തലിന് ഏകദേശം 15 സെക്കൻഡ് ആണ് എടുക്കേണ്ടത്. പ്രായപൂർത്തിയായ ഒരാളിൽ നെഞ്ചമർത്തലിന്റെ ആഴം 5 സെന്റിമീറ്റർ മുതൽ 6 സെന്റിമീറ്റർ വരെ ആയിരിക്കണം. 6 സെന്റിമീറ്ററിൽ അധികം ആകരുത്. ഓരോ തവണ നെഞ്ചമർത്തിയതിനു ശേഷവും നെഞ്ച് പൂർവ്വസ്ഥിതിയിലെത്താൻ അനുവദിക്കേണ്ടതാണ്. അതായത് ചെസ്റ്റ് റീകോയിലിന് സമയം നൽകണം. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഭംഗം കൂടാതെ നെഞ്ചമർത്തൽ തുടരണം. 30 നെഞ്ചമർത്തലിന് ശേഷം രോഗിയുടെ അതേ വശത്ത് നിന്നുകൊണ്ട് തന്നെ 2 കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകണം. സാഹചര്യം അനുകൂലമാണെങ്കിൽ വായിൽ നിന്നും വായിലേക്ക് കൊടുക്കുന്ന രീതിയോ അതല്ലെങ്കിൽ പോക്കറ്റ് മാസ്കിന്റെ സഹായത്തോടു കൂടിയുള്ള രീതിയോ അവലംബിക്കാവുന്നതാണ്. പോക്കറ്റ് മാസ്കിന്റെ കൂർത്ത ഭാഗം മൂക്കിലും ഉരുണ്ട ഭാഗം താടിയിലും ചേർത്ത് വെച്ച് അതിലേക്ക് ഊതുക. 1001 ശ്വാസം കൊടുക്കുക. 1002 ഉച്ഛ്വാസത്തിന് സമയം കൊടുക്കുക. 1003 വീണ്ടും ശ്വാസം കൊടുക്കുക. ഇപ്രകാരം 3 സെക്കൻഡിൽ 2 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം നൽകുക. ഓരോ ശ്വാസം നൽകുമ്പോഴും നെഞ്ച് പൊങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 2 കൃത്രിമ ശ്വാസത്തിന് ശേഷം വീണ്ടും 30 പ്രാവശ്യം നെഞ്ചമർത്തൽ നൽകുക. 30 നെഞ്ചമർത്തലും 2 കൃത്രിമ ശ്വാസോച്ഛ്വാസവും ചേർന്നതാണ് ഒരു സൈക്കിൾ. ഇങ്ങനെ 5 സൈക്കിൾ തുടരുക. അതിനുശേഷം പ്രതികരണമുണ്ടോ, നാഡിമിടിപ്പുണ്ടോ എന്ന് നോക്കുക. ഇതിന് 10 സെക്കൻഡിൽ അധികം സമയമെടുക്കരുത്. മറ്റൊരാൾ സഹായത്തിനെത്തിയാൽ ഓരോ 5 സൈക്കിളിന് ശേഷവും നെഞ്ചമർത്തൽ ചെയ്യുന്ന ആൾ മാറിയിരിക്കണം.
ഒരു ബാഗ് വാൽ മാസ്ക് അഥവാ ആംബോ ബാഗ് ലഭ്യമാണെങ്കിൽ ഒരാൾ നെഞ്ചമർത്തൽ നടത്തുകയും മറ്റേ ആൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുകയുമാണ് വേണ്ടത്. 5 ആവർത്തി കഴിയുമ്പോൾ ആളുകൾ അന്യോന്യം മാറണം. ഇത് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം. ശരിയായ ജീവൻ രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷയും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ജനങ്ങളിലേക്ക് അവരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ എമർജൻസി ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് അഥവാ അടിയന്തര ചികിത്സ പരിശീലനം ആരംഭിച്ചത്. സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവരുടെയും സന്നദ്ധ സംഘടനകളുടെയും ഭരണകൂടത്തിൻ്റെയും സഹകരണമുണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാം. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. ഇതിനായി IMA തയ്യാറാക്കുന്ന പുസ്തകങ്ങളും വീഡിയോകളും കഴിയുന്നത്ര ആളുകളിൽ എത്തിക്കുമല്ലോ. ഓരോ പൗരനും ഒരു ജീവൻ രക്ഷാപ്രവർത്തകൻ. പരിശ്രമിക്കാം നമുക്കൊന്നായി. മാലിന്യ സംസ്കരണം ഇന്ന് കേരളത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. മാലിന്യങ്ങൾ കരമാലിന്യങ്ങളും ബയോമെഡിക്കൽ വേസ്റ്റുമുണ്ട്. ശരിയായ മാലിന്യ സംസ്കരണമാണ് രോഗപ്രതിരോധത്തിനുള്ള ഒരു മാർഗം. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശാസ്ത്രീയമായും പരിസ്ഥിതി സൗഹാർദ്ദമായും ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ഒരു IMAയുടെ സംരംഭമാണ് ഇമേജ്. IMA goes eco-friendly.